ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ? അത് തന്നെ നമ്മുടെ മസാല ദോശയ്ക്കുള്ളിലെ മസാല തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അധികം മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിലിടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 മീഡിയം സൈസിലുള്ള സവാളയാണ്, അത് ഇതുപോലെ കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ സവാള ഒന്ന് വഴന്നും കൂടെ വരുമല്ലോ അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. അധികം ചെറുതായിട്ട് അരിഞ്ഞതല്ല, എന്നാലും അധികം കനത്തിലല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് മസാല ദോശ തിന്നാൻ തോന്നും, എന്തിനാ ഹോട്ടലിലേക്ക് പോകേണ്ട ആവശ്യം, വീട്ടിൽ തന്നെ ഇതുപോലെ മസാല ഉണ്ടാക്കി ദോശക്കല്ലിൽ നല്ല ചൂടോടെ നല്ല കട്ടി കുറച്ച് ദോശ പരത്തി അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് പിന്നെ ഈ നല്ലോണം ഒന്ന് മുരിച്ചെടുത്ത് ഈ മസാലയും കൂടി വെച്ച് കൊടുത്താണ്ടല്ലോ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതിനേക്കാട്ടിയും രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ചെറുതായി ഒന്ന് വാടിയൊക്കെ വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ഉള്ളിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങ് ഒരു 3-4 മീഡിയം സൈസിലുള്ളതല്ല, കുറച്ച് വലുതാണ് കേട്ടോ. ഒരു ഉപ്പിട്ട് വേവിച്ച് അത് നല്ലോണം ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഈ മസാല എല്ലാം അതിൽ പിടിക്കത്തക്ക വേണം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെരുംജീരകം എന്ന് പറയാൻ വന്നതാണ്, പെരിയ ജീരകം എന്നായിപ്പോയത്. പിന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ ജീരകം എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ. ആ നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ സത്യം പറയാമല്ല അടിപൊളി മണം വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ദോശ ചുട്ടി ഇത് അതിൻ്റെ അകത്ത് വെച്ചൊന്ന് കഴിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറയാൻ മടിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറന്നു പോവണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരൻറ്റിയാണ്. അപ്പോൾ ഓക്കേ.